ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പണി തീരാത്ത പാലത്തിനെ പറ്റിയിട്ട്. സോ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. ഇനി ആ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ ഓക്കെ പാലത്തിൻ്റെ പണി തീർന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നത്തെ പറ്റി നമ്മൾ പറഞ്ഞെങ്കിലും മേജർ ഇഷ്യൂ ഇനിയും കുറേ കാര്യങ്ങൾ അതിൽ പെൻഡിങ് ആയിരുന്നു. സോ ആ പെൻഡിങ് ആയ കാര്യങ്ങൾ തീർക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മുഴുവനായിട്ടും നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോവാണ്. സോ നമുക്കൊട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. ഇത് ആലപ്പുഴ കാത്തേപ്പള്ളിയിലെ കരുവാറ്റ എന്ന പഞ്ചായത്തിലെ കാലമുട്ട് എന്ന സ്ഥലമാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അക്കരയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഈ പാലത്തിന്റെ പണി തുടങ്ങിയെങ്കിലും ഇതുവരെ അത് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ ഈ ഒരു തിരക്കേറിയ ഒരു സിറ്റി ലൈഫും ആ ഒരു നോയിസ് പൊല്യൂഷനും അങ്ങനെ ഡിസ്റ്റർബിങ് ആയ ഒരു ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ തോടും കണ്ടവും പാടവും ആറും ഒക്കെ ആയിട്ട് ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സ്ഥലം. ആൻഡ് ഈവൻ ഇവിടെ ഒരു കള്ളന്മാർക്ക് പോലും ഇവിടെ സ്കോപ്പില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് മോഷ്ടിക്കണമെങ്കിൽ തന്നെ 8 മണിക്ക് മുന്നേ ജങ്കാറ് കയറി ഇവിടെ വന്ന് പതിയെ റിലാക്സ് ആയിട്ട് മോഷ്ടിച്ച് പിറ്റേന്ന് രാവിലെ 6 മണി വരെ ടൈമുണ്ട്. 6 മണിക്ക് അടുത്ത ജങ്കാറ് വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല. ഇവിടെ നിങ്ങൾ പോലീസ് പോലും ചോദ്യം ചെയ്യാനില്ല. അങ്ങനത്തെ വളരെ ശാന്തമായിട്ടുള്ള ഒരു തരത്തിലും ഡിസ്റ്റർബിങ് അല്ലാത്തൊരു ഗ്രാമമാണ് ഇത്. ഈ കാണുന്ന ആൾക്കാർ പോകുന്ന കണ്ടില്ലേ? എൻ്റെ കാണുന്ന സ്ഥലം തകഴിയാണ്. തകഴി പഞ്ചായത്തും ഇത് കരുവാറ്റ പഞ്ചായത്തുമാണ്. ഇതിനെ തമ്മിൽ ബന്ധിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പാലം വന്നാൽ പ്രശ്നം തീരും. ഇപ്പോൾ അവിടുന്ന് ആൾക്കാർ പോകുന്നത് ഇതുപോലെയാണ്. ആ ഒരു കയറ് കെട്ടി ആ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇപ്പം ഈ കാണുന്ന ക്രെയിനില്ലേ, ഇത് ഇവിടുത്തെ ഈ പാലത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടിട്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ, ഈ കാടൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഉപയോഗശൂന്യമായുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളിവിടെ ആക്ച്വൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം രാവിലെ 6:30 ജങ്കാർ സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ ജങ്കാർ അക്കറിലാണ് ഒരു 15-20 മിനിറ്റ് തിരിക്കര. അതാണ് ഞങ്ങളുടെ ഏക ബുദ്ധിമുട്ട്. ഇത് ഒരു പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമാണ്. പഞ്ചായത്തോ സർക്കാരോ ഇതിൻ്റെ യാതൊരു സംഭവത്തിലും ചെയ്തു തന്നില്ല. പ്രവാസി കൂട്ടായ്മയുടെ ജങ്കാർ അത്താണെന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെ ജങ്കാർ. ഞങ്ങൾക്ക് വളരെ ആശ്വാസം. നേരത്തെ ഒരു വള്ളത്തിലൊരു 2 2 വീലർ പോകുന്ന സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും കാറ് വരുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടില്ല, ആംബുലൻസ് വരുന്നുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ തന്നെ ഇത് ഹാഫ് ആൻ അവർ അക്കരെ ഇക്കരെ വെയിറ്റ് ചെയ്യുന്നൊരു സമയം. ഒരു ദിവസം 2 സമയത്ത് നമുക്ക് അക്കരെ പോകാനൊരു ബുദ്ധിമുട്ട് നേരിടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ രാവിലെ ഒന്ന് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് നമ്മൾ മടിക്കുന്നു, പുറത്തേക്കൊന്ന് ഇറങ്ങാൻ നമ്മൾ മടിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ ഹോസ്പിറ്റൽ കേസ് മറ്റ് കേസൊക്കെ ആണെങ്കിലും അടിയന്തര സൗകര്യമുണ്ട് ഇവരിവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പാലമുള്ളതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. അതിൻ്റെ യാതൊരു ബെനിഫിറ്റും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കാരണം എന്താ പറയുക, ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, പല കൂട്ടായ്മയോടെ ചേർന്നിട്ടുണ്ട്. അവരാരെയും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. അവരെല്ലാം വളരെ നല്ല രീതിയിൽ അത് ആത്മാർത്ഥത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അധികാരികളുടെ കണ്ണും കാതും ഒന്നും തുറക്കുന്നില്ല ഞങ്ങൾക്ക് നേരെ. പക്ഷേ ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഇപ്പം മഴ ഒഴുക്കുമൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടുമ്പോഴാണ് ഞാൻ കയറി പോകുന്നത്. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേറെ എവിടെയെങ്കിലും സാഹചര്യത്തിൽ എത്തണമെങ്കിൽ പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞാനൊരു 8 മണിക്ക് എനിക്കൊരിടത്ത് ചെല്ലണം, അല്ലെങ്കിൽ 10 മണിക്ക് എൻ്റെ ഓഫീസിൽ ചെല്ലണം, 8 മണിക്ക് വേറെ ബാങ്കിൽ പോകണം. എന്ത് സാഹചര്യമാണെങ്കിലും ഒരു സാഹചര്യത്തിലും പോകാനൊത്താത്തൊരവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇപ്പം ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം പറ്റിയാലും പ്രശ്നമാണ്. അങ്ങനെ പലമാതിരി ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടുന്നുണ്ട്. യഥാർത്ഥ ഒരു വസ്തുതയാണ്. പക്ഷേ അധികാരികളുടെ കണ്ണും കാതുമൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നു. നമ്മുടെയൊക്കെ സ്ഥലത്ത് നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തൊട്ടടുത്ത കടയിൽ പോകും, നമ്മൾ അവിടെ സാധനം വാങ്ങും. ആ കടയിൽ എങ്ങനെയാണ് സാധനം വരുന്നത്? പിക്കപ്പിൽ വന്നിട്ട് ഇറക്കും. പക്ഷേ ഇവിടെ അതത്ര എളുപ്പമല്ല. ഇവിടേക്ക് ഒരു സാധനം വരണമെങ്കിൽ ഈ കാണുന്ന ജങ്കാർ സർവീസ് തന്നെ വേണം. അതും ഈ സാധനങ്ങൾ മാത്രമല്ല, ഇവിടത്തേക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കോ എന്തും ആയിക്കോട്ടെ, അക്കരയിൽ നിന്ന് എന്ത് സാധനം ഇക്കരയിലേക്ക് എത്തണമെങ്കിലും ഈ ജങ്കാർ സർവീസ് മാത്രമേ ഉള്ളൂ. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് സർക്കാർ വകയിൽ ഉണ്ടായതല്ല. ഇവിടുത്തെ പ്രവാസികളായ ആൾക്കാർ ഒരു ടണൽ എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയിൽ നിന്ന് പിരിച്ച പൈസ കൊണ്ടാണ് ഈ ജങ്കാർ എന്നോട് വർക്കാവുന്നത്. ഇവിടെ പാലം ഇല്ല എന്നുള്ളത് ഒരു മേജർ ഇഷ്യൂ ആണ്. പക്ഷെ പാലം ഇല്ലാത്തത് മാത്രമല്ല ഇവിടുത്തെ മേജർ ഇഷ്യൂ. ഇവിടുത്തെ വികസനമില്ലായ്മയും മറ്റൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂള്, ഇവിടെ 4ാം ക്ലാസ് വരെയുള്ളൂ.
അതായത് 4ാം ക്ലാസ്സിന് ശേഷം ഇവർക്ക് തുടർന്ന് പഠിക്കാൻ അക്കരയിൽ പോകണം. ഇവിടുത്തെ ഒരു കുട്ടികൾക്കും 4ാം ക്ലാസ്സിന് ശേഷം പുറത്തു പോകാതെ പഠിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഇവിടെ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്ക് എന്ത് അസുഖം വന്നാലും ചികിത്സിക്കണമെങ്കിൽ അക്കരയിലേക്ക് പോകണം. ഹോസ്പിറ്റൽ മാത്രമല്ല ഇല്ലാത്തത്, ഇവിടുന്ന് പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ഹോട്ടലില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. അതുകൂടാതെ ഇവിടെ പോലീസ് സ്റ്റേഷനുമില്ല. ഇവിടെ എന്ത് ക്രൈം നടന്നാലോ ഇവിടെ പോലീസോ ഒന്നും വരാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി കാര്യവും ഈ ജനങ്ങളുടെ കൺട്രോളിലൂടെയാണ് നടന്നു പോകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലത്ത് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടാമെന്ന് വെച്ചാൽ കുറച്ചതേ കാലത്തേക്ക് ഇവിടെ ഒരു സ്കൂളില്ല, ഹോട്ടലില്ല, ഹോസ്പിറ്റലില്ല, പോലീസ് സ്റ്റേഷനില്ല, ഈവൻ നിങ്ങൾക്കൊരു സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ല. 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനോ പോകാനോ പറ്റത്തില്ല. ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ജീവിക്കാനായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമുക്കിനി ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. അവരാണ് ഇവിടുത്തെ ഭാവി തലമുറ. അപ്പോൾ ഇവർ ഈ പാലം ഇല്ലാത്തതുകൊണ്ടും ഇവിടുത്തെ ഒരു വികസനം ഇല്ലായ്മ കൊണ്ടും അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം. ഈ ജങ്കാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാതെ പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കുറേ ചെറുവള്ളങ്ങളൊക്കെയാണ്, അതിൽ നമുക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ നമ്മൾ സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയത്തായാലും ഈ ജങ്കാറ് ഭയങ്കര ലേറ്റായിട്ടായിരിക്കും മിക്ക സമയങ്ങളിലും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കേണ്ടി വരും. നിന്ന് കഴിഞ്ഞ് അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബസ്സെല്ലാം മിക്കപ്പോഴും വിട്ടു പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലേറ്റായിട്ടായിരിക്കും സ്കൂളിലൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ കുറേ പേര് ഉണ്ട്. അതായത് ഇപ്പം മറിയാം മോണ്ടിസോറിയിൽ തന്നെ ഇപ്പം 5-6 പേരുണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു വള്ളത്തിൽ കുറച്ച് പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്കതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അക്കരെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജങ്കാറങ്ങ് വിട്ടുപോകും. അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു വയ്യാത്തൊരു രോഗിയെ കൊണ്ടുവരാമെന്ന് തന്നെ വെച്ചോ, അതായത് ഇപ്പം എൻ്റെ അപ്പൂപ്പനെ എടുക്കാം, ഒരു ദിവസം വയ്യാതായി, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ജങ്കാറില്ലായിരുന്നു. അതേപോലെ ഇപ്പോൾ പല പല ആൾക്കാരുകളുണ്ട് ഇവിടെ വരുന്ന സമയത്ത് ജങ്കാർ കിട്ടാതെ ജങ്കാർ ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും. അതേപോലെ തന്നെ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ പകുതിയും നമ്മൾ ഈ ജങ്കാർ ചിലവാക്കണം. കാരണം ഒരു അക്കരെ ഇറങ്ങുന്നതിന് ഒരാൾക്ക് തന്നെ നമുക്ക് പൈസ കൊടുത്താലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. +2 താഴെയുള്ളവർക്ക് പൈസ ഫ്രീ ആണ്. നമുക്ക് പോകാനായിട്ട് പറ്റുമെങ്കിലും നമുക്കൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും എന്തെങ്കിലും ആയാലും നമുക്ക് പെട്ടെന്ന് അക്കരെ ചെന്ന് നിൽക്കായിരുന്നു. അതേപോലെ എപ്പോഴും പെട്ടെന്ന് നമുക്കെല്ലാം ശരിയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു പാട്ട് നമുക്ക്, അല്ലെങ്കിൽ ടൈം നമുക്ക് ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്പീഡിലെല്ലാം നമുക്ക് മുമ്പോട്ട് പോകുമായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഇപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിരിച്ച് വരണമെങ്കിൽ തന്നെ ജങ്കാറില്ലെങ്കിൽ പിന്നെ പാടാം. 8:30 വരെ ഉള്ളൂ ജങ്കാർ ഇവിടെ. രാവിലെ 6:15 തുടങ്ങിയിട്ട് രാത്രി 8:30 വരെ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പോയിട്ട് വന്നാലും രാത്രി വൈകുന്നേരം ഭയങ്കര താമസിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. താമസിച്ച് വരുമ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു വള്ളത്തിലൊക്കെ നമുക്ക് ആൾക്കാരെ വിളിച്ചിട്ടേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ സൈക്കിളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെറിയ ചെറിയ വള്ളങ്ങളിലാണ് അക്കരയിലോട്ട് ഇറങ്ങുന്നത് ഈ വെള്ളപ്പൊക്ക സമയങ്ങളിൽ. അപ്പോൾ ഞങ്ങൾ അകയിലൊക്കെ ഇറക്കി അക്കരയിലോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ സൈക്കിളൊക്കെ ചിലപ്പം ഒരു അടുത്തൂടെ ഒരു ബോട്ട് വന്നാൽ തന്നെ സൈക്കിളിലൊക്കെ പിടിച്ചു വെക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് യാത്രാ ബുദ്ധിമുട്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അക്കരെ കൊണ്ടുപോകാനോ ആശുപത്രി കൊണ്ടുപോകാനോ അവരെ രക്ഷപ്പെടുത്താനോ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പാലം വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കുടുതി വിടാൻ ബുദ്ധിമുട്ടുണ്ട്. അക്കരെ പോയി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അക്കരെ പോയി തിരിച്ച് ഇക്കരെ വരാൻ ബുദ്ധിമുട്ട്. 8 മണിയാകുമ്പോൾ ജങ്കാറ് കൂടും. പിന്നെ അക്കരെ കൊണ്ട് കഴിയണം ഞങ്ങൾക്ക്. അതിനുള്ള തീരുമാനം പാലമാണ് ഞങ്ങൾക്ക് അത്യാവശ്യം. ഈ പ്രാവശ്യം പാലത്തിൻ്റെ പണി തുടങ്ങിയത് ഞങ്ങൾ ഒരു മനുഷ്യ ഈ കാരമുട്ട 1-ാം വാർഡുകാർ ആരും ഇലക്ഷന് പോകത്തില്ലെന്നൊരു തീരുമാനം എടുത്തേക്കും. അത് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുക. പിന്നെ ഞങ്ങൾ ഉറപ്പായിട്ട് ഒരു തീരുമാനം എടുക്കുക. പിന്നെ അതിനകത്ത് ആരെങ്കിലുമൊക്കെ പോകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല. ഏത് പാർട്ടിക്കായാലും ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. മക്കളത് പറഞ്ഞു. പാലം പണിക്ക് ആരെങ്കിലും സ്ഥലം മേടിച്ചു കൊടുത്ത് പാലം പണിയിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ പാലത്തിന് നാട്ടുകാർ വിരിവെടുത്ത് സ്ഥലം മേടിച്ചു കൊടുത്തിട്ടും അതിന് ഉത്തരവാദികളില്ല. ഈ വെള്ളപ്പൊക്കവും മഴയും വന്നാൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ വിടും? ഞങ്ങൾക്ക് അങ്ങനെ അതാ ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് എങ്ങനെ. ഇതിന് ഉത്തരവാദികൾ ആരുമില്ല. വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ ഞങ്ങളെ ആകാംക്ഷയോടെ പറയുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രയോജനമില്ല. ഈ പ്രാവശ്യം ഏതിന് വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. വോട്ട് ചെയ്യത്തില്ല അതിന് ആര് വന്നാലും.
എന്ത് പ്രശ്നമുണ്ടെങ്കിലും. മാത്രമല്ല ഇവിടെ ഈ പാലില്ലാത്ത മാത്രമല്ല, ഇവിടെ ഹോസ്പിറ്റലോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ആശുപത്രി പോകാൻ മാർഗ്ഗമില്ല, ആശുപത്രിയില്ല, ഒരു സൗകര്യങ്ങളോ ഈ കരുവാറ്റ വടക്ക് 1-ാം വാർഡിലില്ല. ഇത് 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ആയുസിൻ്റെ വലിപ്പം കൊണ്ട് ഞങ്ങൾ പോയി രക്ഷപ്പെട്ടതാണ്. ഇവിടുന്ന് നീന്തിക്കറി ഏത് രീതിയിലാണ് ഞങ്ങൾ ചെന്ന അന്നേരത്തെ ബുദ്ധിമുട്ട് അതേ രീതിയിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാലം അത്യാവശ്യമാണ്. പാലം പണിത് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു പാർട്ടിക്കാരും, പല പാർട്ടിക്കാരും ഇവിടെ ഉണ്ട്, ഒരു പാർട്ടിക്കാരും വോട്ടിന് പോകില്ല. പാവപ്പെട്ട ജനങ്ങൾ അരി മേടിക്കാനുള്ള കാശ് കൊടുത്തതാണ് സ്ഥലം മേടിച്ചിരുന്നത്. അന്ന് ആ ഒരു 1000 രൂപ 1500 കൊടുത്തവർക്ക് ആ ഒരു വീട് കഴിയണം പക്ഷെ അതുപോലെ സ്ഥലം മേടിച്ചിട്ട് വർഷം 8 ആകുന്നു. അതുകൊണ്ട് ഇത്ര ഈ 8 വർഷത്തിനകം പാലം വന്നു. അതുകൊണ്ട് ഇനി പാലം വരാതെ ഞങ്ങൾ യാതൊരു കാരണവശാലും ഇലക്ഷന് പോകത്തില്ല. അതേ ഞങ്ങളുടെ ഒറ്റ തീരുമാനം. അതിനെ എന്ത് പ്രശ്നം വന്നാലും അതുപോലെ കൊണ്ട് പറയാൻ പ്രതീക്ഷിച്ചു പാല അല്ലാണ്ട് നമ്മളെ പാലം പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്യുന്ന ഒരു കാരണം ഇനിയിപ്പോ ഈ ഇലക്ഷൻ കുഞ്ഞുങ്ങളൊന്നും പഠിക്കാൻ എല്ലാ പ്രാവശ്യം എല്ലാവരും ഈ ഇലക്ഷനൊക്കെ അല്ലാതെ വേറെ ആരും വരുന്നില്ലല്ലോ. ഇത് കണ്ടോ, വലിയ പോസ്റ്ററൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടോ. ഇലക്ഷൻ ഇങ്ങോട്ട് വന്ന കണ്ണും കാണിച്ച് തിരിച്ച് കാണിച്ചിട്ട് അങ്ങ് പോകുന്ന എല്ലാത്തും ജയിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വിളിക്കലോട്ട് കയറി എന്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് പോലും നിരക്കത്തില്ല. ആ ജയിച്ചു പോകും. അത് ഞങ്ങളുടെയൊക്കെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യത്തില്ലെന്നുള്ള തീരുമാനം എടുത്തേക്കുന്നത്. ഞങ്ങൾ സാധിച്ചേക്കാൻ സാധിച്ചേക്കാന്ന് പറഞ്ഞ് പോകും. പിന്നെ ഇലക്ഷൻ ജയിച്ചു പോയാൽ പിന്നെ ഈ ഭാഗത്തോടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. 5 വർഷം കഴിയുമ്പോൾ പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ അടുത്ത് വരും. ഞങ്ങൾക്ക് ജയിച്ചാൽ ഞങ്ങൾ ജയിച്ചേക്കാമെന്നും പറഞ്ഞു. 5 വർഷം കഴിഞ്ഞിട്ടും കാണാത്ത ഒരാളുണ്ട് ഇതുപോലെ. അതാ പറഞ്ഞത്. അല്ല അരിയിലുണ്ടെന്ന് അല്ല ആരും ഒരാളെ തന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് പറയുന്നത്. ഒരു മനുഷ്യരും ജയിച്ചു പോയാലും ഒരാളെ എന്തിനാ പറയുന്നത്? മറ്റുള്ളവർ തന്നെ ഇത്രയും കാര്യം പറഞ്ഞ ഒരു വ്യക്തിയുടെയാണ് ഇത്രയും കോടികൾ അനുവദിച്ച് പുള്ളിയുടെ ചെന്നിത്തലയുടെ സാമർത്ഥ്യങ്ങൾ കിട്ടിയതാണ്. പക്ഷെ അതും അവിടെ ക്യാൻസലാക്കി കിടന്നു. ഒന്നാം വാർഡുകാരുടെ ദുരിതം എന്ന് തീരുമെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. അല്ലെ നിങ്ങളുടെ ദുരിതം തീർത്തരാം. പാലത്തിന് അത്രയും പണിതിട്ടേക്കുന്നതിന്റെ ബാക്കി പണിയും കൂടെ ചെയ്ത് തീർത്തു തരണം. അല്ലേ അടുത്ത വോട്ടിന് വരുമ്പോഴെങ്കിലും ഈ പ്രാവശ്യം ഒന്നടക്കം പോകത്തില്ല. അതിന് യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങൾ നാളെ ഇറങ്ങി വീട് വീടാൻ തുറ ഇറങ്ങി പ്രവർത്തിക്കും അതിനുവേണ്ടി. ഇവിടെ ഈ പാലം ഇല്ലാത്ത കാരണം വളരെയേറെ ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഏതാണ്ട് 10-14 ദിവസത്തോളം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ വരികയാണ്. പിന്നെ എല്ലാം കൊണ്ട് യാത്ര ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും അപ്പുറത്തെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈയിടെ ഒരാൾക്ക് ഇവിടെ പനി കൂടിയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കില്ല. ഒരുപാട് സമയമെടുത്തു. അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. എങ്ങനെയെങ്കിലും ഈ പാലത്തിൻ്റെ പണി ആരെങ്കിലും ഇവിടെ ഓരോ ആൾക്കാർ മാറി മാറി വരുന്നവരെല്ലാവരും ഇത് ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ ആരും ഒന്നും ചെയ്തു തരുന്നില്ല. ഓരോ തവണയും ഇതിൻ്റെ പണി തുടങ്ങാമെന്ന് പറയുന്നതല്ലാതെ ഇത് ആരും ഒന്നും ചെയ്തു തരുന്നില്ല. ഇപ്പം മനസ്സിലായോ ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത്? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും തോന്നി ഈ പാലം പണി തീരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് അധികാരികളുടെ ചെവിയിൽ എത്തിയേ മതിയുള്ളൂ. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഷെയർ. ചിലപ്പോൾ ആ ഒരു ഷെയർ ഈ മുഴുവൻ നാട് തന്നെ മാറ്റിമറിച്ചേക്കാം. ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. സോ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ഇവർക്ക് ഈ പാലം പണി തീരുന്നതിൽ നമുക്കൊരു പങ്കുവയ്ക്കാം. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.